കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. റിസപ്ഷനിൽ സ്റ്റേജിൽ വന്ന് നിൽക്കാനായി സുധീഷ് നിധിയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഒരു 1 ഹവർ വെറുതെ എൻ്റെ കൂടെ ആ സ്റ്റേജിൽ ഒന്ന് വന്ന് നിന്നാ മതി എന്ന് സുധീഷ് പറയുമ്പോൾ അങ്ങനെ നിന്നാ എന്ന് നിധിയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഫംഗ്ഷൻ കഴിയുമ്പോൾ ഞാൻ തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞോളാം എന്ന് സുധീഷ് പറയുമ്പോൾ അപ്പോൾ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എങ്ങനെയുള്ള പെണ്ണാന്ന് അവർ കരുതും എന്ന് നിധിയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അയ്യോ അങ്ങനെയൊന്നും കരുതില്ലെന്നേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അയ്യോ എന്നെ ഒന്ന് വെറുതെ വിടാമോ? എനിക്ക് നിങ്ങൾ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളും ഈ കൂട്ടത്തിൽ വന്ന് പെട്ടത്. പക്ഷേ ഇതിൽ കൂടുതൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, ആരെയും പറ്റിക്കാനും പറ്റില്ല. എന്നെ വിട്ടേക്ക് പ്ലീസ് എന്ന് നിധി തീർത്തു പറയുന്നുണ്ട്. നിധി ഞാൻ പറയുന്നത് ഒരു തവണത്തേക്കൊന്ന് കേൾക്കോ എന്ന് സുധീഷ് വീണ്ടും യാചിക്കുമ്പോഴേക്കും നിർത്ത്. ഇനി ഇതു തന്നെ പറഞ്ഞാലേ ഞാൻ തന്നെ എല്ലാവരോടും സത്യം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും എന്ന് പറഞ്ഞവൾ തൻ്റെ ബാഗ് എടുക്കാനായി തുടങ്ങുമ്പോഴേക്കും അയ്യോ നിധി വേണ്ട വേണ്ട, ഞാൻ തന്നെ വഴി കണ്ടോളാം, പ്ലീസ് ഞാൻ തന്നെ വഴി കണ്ടോളാം എന്ന് പറഞ്ഞ് സുധീഷും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഹാളിൽ ചെന്ന് സുധീഷ് ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ട് വന്ന സുഭാഷ് അവനെ കണ്ട് എടാ നീ എന്താ ഒരുങ്ങാത്തെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ റെഡിയാവാം എന്നൊരു പതർച്ചയോടെ സുധീഷ് പറയുമ്പോഴേക്കും നിധിയോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അവള് റെഡിയാവുക എന്ന് സുധീഷ് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് സുഭാഷ് അവിടുന്ന് പോകുമ്പോഴേക്കും എന്ത് ചെയ്യണമെന്നറിയാതെ സുധീഷും ആകെ ടെൻഷനോടെ അവിടെ തന്നെ നിൽപ്പുണ്ട്. അവിടെ പന്തലിൽ അതിഥികളെല്ലാം വന്നു തുടങ്ങിയിരുന്നു. പന്തലിൽ നിൽക്കുന്ന ഹരീഷിനോടായി ഒരു മുത്തശ്ശി ചോദിക്കുന്നുണ്ട് റിസപ്ഷൻ തുടങ്ങാറായില്ലേന്ന്. പിന്നെ ഇപ്പോൾ തുടങ്ങും എന്ന് ഹരീഷ് പറയുമ്പോൾ എന്നാ പിന്നെ പെണ്ണിനെ ചെറുക്കനെ വിളിക്കേ, ഞങ്ങളൊന്ന് കാണട്ടെ എന്നവരും. അമ്മച്ചി അവര് സമയമാകുമ്പോൾ വരും, അമ്മച്ചി സ്ക്വാഷ് കുടിച്ചേ എന്ന് ജിൻഡോ പറയുമ്പോൾ ഞാൻ കുടിച്ചതാ മോനെന്ന് അവരും. ഒന്നുകൂടെ കുടിക്കുന്ന ജിൻഡോ നിർബന്ധിക്കുമ്പോൾ അവരത് എടുക്കുമ്പോഴേക്കും ഷുഗറൊക്കെ അങ്ങ് കയറി വരട്ടെ എന്ന് ജിൻഡോയും പറയുന്നുണ്ട്. അപ്പോഴാണ് അതിഥികളിൽ ഒരാൾ മൊബൈലിൽ വെച്ച ന്യൂസ് ജിൻഡോ കാണുന്നത്. പ്രണയ സാഫല്യത്തിന് പോലീസ് സ്റ്റേഷൻ വേദിയായി. വാമനപുരം സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് വിചിത്രമായ ഒരു രീതിയിൽ ഇങ്ങനൊരു വിവാഹം നടന്നത്. ദീർഘകാലത്തെ പ്രണയത്തിനൊടുവിൽ വീട്ടിലെ ഡ്രൈവറുമായി ഒളിച്ചോടിയ പെൺകുട്ടിയെ വീട്ടുകാരെയും അവരേർപ്പാടാക്കിയ ഗുണ്ടകളെയും വെട്ടിച്ചുകൊണ്ട് പെൺകുട്ടിയും കാമുകനും പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു എന്ന് നിധിയുടെയും സുധീഷിന്റെയും വീഡിയോ അടക്കം മൊബൈലിൽ കാണുമ്പോഴേക്കും അവിടെയുള്ള ഹരീഷും നികേഷുമെല്ലാം ആ വാർത്ത ശ്രദ്ധിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ തക്കലയ്ക്കടുത്ത് കോടീശ്വരനായ ബിസിനസ്സുകാരൻ രാജീവ് ശങ്കറിന്റെ മകളാണ് പെൺകുട്ടിയായ നിധി. വെള്ളയമ്പലം വഴുതക്കാട് സ്വദേശിയായ സുധീഷ് ഏറെക്കാലമായി രാജീവിന്റെ വീട്ടിലെ ഡ്രൈവറായിരുന്നു. വീട്ടുകാർ മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോഴാണ് നിധി സുധീഷുമായി ഒളിച്ചോടി പോവാൻ തീരുമാനിച്ചത്. എന്നാൽ വിവരമറിഞ്ഞ വീട്ടുകാർ അപ്പോൾ തന്നെ ഗുണ്ടാ സംഘങ്ങളുമായി അവരെ പിന്തുടരുകയായിരുന്നു അത്രേ. സിനിമയെ വെല്ലുന്ന ചേസിങ്ങിലൂടെ ഗുണ്ടകളെയും വീട്ടുകാരെയും വെട്ടിച്ചുകൊണ്ടാണ് കാമുകനും കാമുകിയും പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. വീട്ടുകാർ പിന്തുടർന്നെത്തിയെങ്കിലും കാമുകന്മാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് പോലീസ് സ്റ്റേഷൻ വിവാഹവേദിയാവുകയായിരുന്നു എന്ന വാർത്തയ്ക്കൊപ്പം അവർ തമ്മിൽ താലി കെട്ടുന്ന ദൃശ്യങ്ങളും മൊബൈലിൽ കാണിക്കുന്നുണ്ട്. ഈ സംഭവത്തെ തുടർന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള പോലീസിന്റെ അവകാശത്തെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സംവാദങ്ങളും ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ വിവാഹം തീരുമാനിച്ച 2 പ്രായപൂർത്തിയായവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു തങ്ങളെന്നും അതിൽ തെറ്റില്ലെന്നും SHO ഷാജി നെടുമങ്ങാട് പ്രതികരിച്ചു. എന്നാൽ ആ വാർത്ത കേട്ടില്ലേ, ഇട്ടുമൂടാൻ സ്വത്തുള്ള പെണ്ണാണത്രേ എന്ന് അതിഥികളിൽ ഒരാൾ പറയുന്നുണ്ട്. എന്ത് കണ്ടിട്ടാ ഈ പെങ്കൊച്ചെ ഇവന്റെ കൂടെ ഇറങ്ങി വന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തെ എന്നൊരാൾ പറയുമ്പോൾ ആ സ്വത്തൊക്കെ ഇനി ഈ കുട്ടിക്ക് കൊടുക്കോ ഇവര് എന്ന് വേറൊരാളും ചോദിക്കുന്നുണ്ട്. കിട്ടാതിരിക്കോ, തന്തയുടെ കാലം കഴിഞ്ഞ അവകാശം കൊടുത്തല്ലേ പറ്റോ എന്നൊരാൾ പറയുമ്പോൾ ഇത്തിരി കഴിഞ്ഞാലും ഇതൊക്കെ അവന്റെ അടുത്തു തന്നെ എത്തും, വെറുതെയല്ല പുളിങ്കൊമ്പിൽ കയറി പിടിച്ചതെന്ന് വേറൊരാളും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ട് നിന്ന നികേഷും ഹരീഷിനോടായി പറയുന്നുണ്ട് ഹരീഷേട്ടാ അപ്പോൾ നമ്മളോട് പറഞ്ഞ കഥയെല്ലാം കറക്റ്റ് ആണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ചേട്ടൻ നിസ്സാരക്കാരനല്ല. പ്രേമം, ഒളിച്ചോട്ടം, ചേസിങ്, പോലീസ്, കല്യാണം, മാസെന്ന് പറഞ്ഞ ഇതാണെന്ന്. അപ്പോഴേക്കും അവിടെ വലിയ ശബ്ദത്തിൽ പാട്ട് മുഴങ്ങുന്നുണ്ട്. നിധിയും സുധീഷും ആകെ ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും അവരുടെ അച്ഛനും സന്തോഷത്തോടെ സൈക്കിളിൽ അങ്ങോട്ട് വന്ന് സൈക്കിളെല്ലാം മറിച്ചിട്ടോണ്ട് പാട്ടിനൊത്ത് സന്തോഷത്തോടെ ആടി തിമിർക്കുന്നുണ്ട്. ചന്തുവും ജിൻഡോയും നാട്ടുകാരിൽ ചിലരും കൂടി ഭാസ്കറിനൊപ്പം അവിടെ ആടി തിമിർക്കുന്നുണ്ട്. വീണ്ടും സുഭാഷ് അകത്തെത്തുമ്പോഴേക്കും കാണുന്നത് കസേരയിൽ തന്നെ ടെൻഷനോടെ ഇരിക്കുന്ന സുധീഷിനെയാണ്. അവനെ കാണേ സുഭാഷ് വീണ്ടും ഡാ നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, ഇതുവരെ റെഡി ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സുധീഷും പരുങ്ങലോടെ അത് ഇപ്പൊ റെഡിയാവാം എന്ന് പറയുമ്പോൾ ഇതു തന്നെയല്ലേ നീ നേരത്തെയും പറഞ്ഞേ, പിന്നെ ആ കുട്ടി റെഡിയായോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്.
അത് അവള് റെഡിയായിക്കൊണ്ടിരിക്കുക എന്ന് പതർച്ചയോടെ സുധീഷ് പറയുമ്പോൾ എന്താ നിന്റെ മുഖമെല്ലാം വല്ലാതിരിക്കുന്നെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അവൻ കസേരയിൽ നിന്ന് ചാടി എണീറ്റുകൊണ്ട് ഏയ് ഒന്നുമില്ല, അത് എന്റെ ഡ്രസ്സ് അകത്താണേ, അവിടെ അവള് റെഡിയാവില്ലേ എന്ന് സുധീഷ് പറയുന്ന കേട്ട് ഓ അതാണോ, ഞാൻ വേറെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് സുധീഷിനോടായി അതെ സമയമായി, ആളുകളെല്ലാം എത്തി തുടങ്ങി, വേഗം റെഡിയായി വാ കേട്ടോ എന്ന് പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടെന്ന് വിളിച്ചോണ്ട് സുനന്ദയും അങ്ങോട്ടെത്തുന്നുണ്ട്. ഫംഗ്ഷന് വരാൻ പറ്റിയല്ലേ, നന്നായി എന്ന് സുഭാഷ് അവളോടായി പറയുമ്പോഴേക്കും അവൾ പരിഭ്രമത്തോടെ നിൽക്കുന്ന സുധീഷിന്റെ കൈപിടിച്ച് ഹേയ് കൺഗ്രാസ് എന്ന് പറയുന്നുണ്ട്. അവൻ താങ്ക്സ് പറയുമ്പോഴേക്കും അല്ല കല്യാണച്ചെക്കന് ഇതുവരെ ഒരുങ്ങിയില്ലേ എന്ന് സുനന്ദ ചോദിക്കുമ്പോ അതെ ഇവന്റെ ഡ്രസ്സ് അകത്ത് പെട്ടുപോയി, അവിടെ നിധി റെഡിയായിക്കൊണ്ടിരിക്കുക എന്ന് സുഭാഷ് പറയുമ്പോ ഓ എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ടെന്ന് സുഭാഷ് പറയുമ്പോ അതൊന്ന് ചിരിച്ച് സന്തോഷത്തോടെ പറഞ്ഞൂടെ എന്ന് സുനന്ദ പരിഭവത്തോടെ ചോദിക്കുമ്പോ അല്ല നീ എങ്ങനെ ഇങ്ങോട്ട് പോന്നേ, നിന്റെ അമ്മ വിട്ടോന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. ഇങ്ങോട്ട് കടന്ന കാല് തല്ലി ഒടിക്കുമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ ഇങ്ങു പോന്നു എന്ന് പറഞ്ഞ് രഹസ്യമായി സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, അമ്മയും ഗംഗാധരൻ മാമനുവേ ആ ഗേറ്റിന്റെ പുറത്ത് മാറി നിപ്പുണ്ട്, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നെന്ന് കാണാൻ. ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് അവർക്ക് വിശ്വസിക്കാനേ പറ്റിയിട്ടില്ല എന്നവൾ പറയുന്നത് കേൾക്കെ അതെ ഞാൻ അവരെ വീട്ടിലേക്ക് വിളിച്ചതല്ലേ, പിന്നെന്തിനെ പുറത്തുനിന്ന് ഒളിഞ്ഞു നോക്കണം, നേരെ വന്ന് മുമ്പിലിരുന്നൂടെന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിലല്ലേ അവര് സന്തോഷത്തോടെ വന്നിരിക്കൂ, ഇപ്പോഴും അവര് വിചാരിക്കുന്നത് ഈ കല്യാണം നടക്കരുതെന്നാ എന്ന് സുനന്ദ പറയുമ്പോ കല്യാണമൊക്കെ എപ്പോഴേ നടന്നു, ഇപ്പൊ നടക്കാൻ പോകുന്നത് റിസപ്ഷനാ, അതിപ്പോ തന്നെ തുടങ്ങുകയും ചെയ്യും എന്ന് സുഭാഷ് പറയുമ്പോ എന്നാ വേഗം ആവട്ടെ, ഇപ്പൊ തന്നെ വൈകിയില്ലേന്ന് സുനന്ദയും ചോദിക്കുന്നുണ്ട്. അതെ നീ ഒരു കാര്യം ചെയ്യേ, നീ ഒന്ന് ചെന്ന് നിധിയെ റെഡിയാവാൻ ഹെൽപ്പ് ചെയ്യേ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും പിന്നെന്താ 5 മിനിറ്റ് കൊണ്ട് ഇറക്കിക്കൊണ്ടുവരാം എന്ന് സന്തോഷത്തോടെ സുനന്ദയും പറയുന്നുണ്ട്. പിന്നെ ഇവന്റെ ഡ്രസ്സും അതിനകത്തിരിപ്പുണ്ട്, അതൊന്ന് എടുത്തു കൊടുക്കണേ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുനന്ദ ചിരിയോടെ അത് സമ്മതിച്ച് ഓക്കെ എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് മുന്നോട്ട് വന്ന് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അവളെ തടയുന്നുണ്ട്. അമ്പരപ്പോടെ എന്താടാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് സുധീഷും. ഒന്നുമില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഓക്കെ അല്ലേന്ന് സുനന്ദയും ചോദിക്കുന്നുണ്ട്. അതേന്ന് സുധീഷ് സമ്മതിക്കുമ്പോഴേക്കും സുനന്ദയും റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. സുഭാഷും അപ്പോഴേക്കും സുധീഷിനോടായി പറയുന്നുണ്ട്, ദേ അവള് ഡ്രസ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേഗം റെഡി ആയിക്കോണം, ഇനി വൈകിയ കേട്ടല്ലോ എന്ന് പറഞ്ഞ് സുഭാഷ് പുറത്തേക്ക് പോകുന്നുണ്ട്. അയ്യോ കഴിഞ്ഞു, ഇതുവരെ പിടിച്ചു നിന്നതുപോലെ ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല, എല്ലാം ഇപ്പൊ പൊളിയും, എല്ലാം പൊളിയും അയ്യോ എന്ന് പറഞ്ഞ് ടെൻഷനോടെ സുധീഷും ആ റൂമിലേക്ക് നോക്കി കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. സുനന്ദ റൂമിനകത്തേക്ക് ചെല്ലുമ്പോഴേക്കും ടെൻഷനോടെ കട്ടിലിരിക്കുന്ന നിധിയാണ് കാണുന്നത്. സുനന്ദ അവളുടെ അടുത്തേക്ക് ചെന്ന് എന്താ ഇത്, ഇതുവരെ റെഡി ആയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. നിധി അമ്പരപ്പോടെ കട്ടിലിൽ നിന്ന് എണീക്കുമ്പോഴേക്കും സുനന്ദയും ചിരിയോടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇനിഞ്ഞാന്ന് ശരിക്ക് കാണാനേ കഴിഞ്ഞില്ല, നല്ല ഐശ്വര്യമുള്ള മുഖം എന്നവൾ പറയുന്നത് കേൾക്കെ ഇയാള് എന്ന് സംശയത്തോടെ നിധി ചോദിക്കുന്നുണ്ട്. അയ്യോ അത് പറഞ്ഞില്ലല്ലേ, എന്റെ പേര് സുനന്ദ, സുധീഷില്ലേ എന്റെ അമ്മയുടെ സഹോദരന്റെ മകനാ, സുധീഷിന്റെ ഡ്രസ്സ് ഇവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞു, എവിടെയാ അത് എന്ന് പറഞ്ഞ് റൂമെല്ലാം തിരയുമ്പോഴേക്കും ആ ബാഗ് കാണുന്നുണ്ട്. ഇതാണല്ലേ എന്ന് ചോദിച്ച് അവൾ അതെടുക്കുമ്പോഴേക്കും നിധിയുടെ സാരി അടങ്ങിയ കവർ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അവളതെടുത്തോണ്ട് അല്ല സാരി ഇതിന്ന് എടുത്തത് പോലും ഇല്ലല്ലോ, അങ്ങനെ വരട്ടെ, സാരി ഉടുക്കാൻ അറിയില്ലല്ലേ, മനസ്സിലായി, ഉടുക്കാനും അറിയില്ല എന്ന് അതാരോടും പറയാനും അറിയില്ല, അതല്ലേ സാരല്ല, ഞാനില്ലേ ഇവിടെ, ഒക്കെ ശരിയാക്കി തരാം, ആദ്യേ ഇതുകൊണ്ടുപോയി സുധീഷിന് കൊടുത്തിട്ട് വരാമേ എന്ന് പറഞ്ഞ് ചിരിയോടെ ആ കവർ അവിടെ തന്നെ വെച്ച് സുധീഷിന്റെ ഡ്രസ്സ് അടങ്ങിയ ബാഗുമായി പുറത്തോട്ട് പോകുന്നുണ്ട്. ടെൻഷനോടെ ഇരിക്കണ സുധീഷിന്റെ അടുത്തേക്ക് അവളെത്തി ഇതാ വേഗം റെഡിയാവെന്ന് പറഞ്ഞ് ആ കവർ അവന് നൽകുന്നുണ്ട്. അവൻ അമ്പരപ്പോടെ അത് വാങ്ങുമ്പോഴേക്കും പാവം, ഞാൻ ചെല്ലുമ്പോഴേ സാരി എങ്ങനെ ഉടുക്കണമെന്നറിയാതെ ആ കുട്ടി കട്ടിലിൽ അന്തിച്ചിരിക്കുക, ഒരു 10 മിനിറ്റ് കൊണ്ട് സാരി ഉടുപ്പിച്ച് സുന്ദരി കുട്ടിയായി കൊണ്ടുവരാം കേട്ടോ എന്ന് പറഞ്ഞവൾ വീണ്ടും നിധിയുടെ റൂമിലേക്ക് പോകുമ്പോഴേക്കും സുധീഷും ടെൻഷനോടെയും അമ്പരപ്പോടെയും അതും നോക്കി ഇരിപ്പുണ്ട്. സുനന്ദ അകത്തേക്ക് ചെന്ന് ഡോർ ലോക്ക് ചെയ്യാനായി നോക്കുമ്പോഴേക്കും ലോക്കില്ലെന്ന് കണ്ട് അത് ശരി, ഇതിനെ കുറ്റിയും കുളത്തൊന്നും ഇല്ലേ എന്ന് ചോദിച്ച് ഡോർ അടച്ചോണ്ട് ആ സാരിയുടെ കവർ എടുത്തോണ്ട് വന്ന് അതിന്ന് സാരി എടുത്ത് ഇതേ ഇന്നെടുത്ത സാരിയാ, ഈ ബ്ലൗസ് കണ്ടോ, അത് ഞാനാ തയ്പ്പിച്ചേ, അളവിന് ഇയാളുടെ ബ്ലൗസ് എടുത്തോണ്ട് പോയി, ആ ബ്ലൗസിന്റെ അളവിന്ന് അണുകിട മാറാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാനിങ്ങനെയാട്ടോ കടുക് പൊട്ടിക്കും പോലെ ചറ പറന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുമ്പോഴും നിധി ഒന്നും മിണ്ടാതെ ഇരിക്കണ കണ്ട് ഇയാൾ എന്താ ഒന്നും സംസാരിക്കില്ലേ എന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട്. ഇയാൾക്ക് പേടിയാണോ, പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഈ വീട്ടിലെ എല്ലാവരും വളരെ നല്ല ആൾക്കാരാ, പ്രത്യേകിച്ച് സുഭാഷ് ഏട്ടൻ തനി തങ്കമാ, എഴുന്നേൽക്ക് അവിടെ എല്ലാവരും കാത്തിരിക്കുക എന്ന് പറഞ്ഞ് സാരി റെഡിയാക്കിക്കൊണ്ട് ശരിക്കും ഒരു ബ്യൂട്ടീഷ്യനെ അറേഞ്ച് ചെയ്യേണ്ടതായിരുന്നു.
ഞാനത് പറയാനും മറന്നുപോയി. അല്ലെങ്കിൽ ഞാൻ ഇത്തിരി നേരത്തെ വന്നാൽ മതിയായിരുന്നു. അതും പറ്റിയില്ല എന്ന് പറഞ്ഞ് സാരി ഞൊറിവെടുത്തോണ്ട് എന്റെ വീടിനെ പറ്റി സുധീഷ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിധി ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ ഇരിക്കുമ്പോഴേക്കും എവിടെ പറയാനല്ലേ, വന്നു കയറിയപ്പോ തന്നെ ആരതി തട്ടിക്കളഞ്ഞില്ലേ, അതാണ് എന്റെ അമ്മ. ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ വീടിനെ പറ്റി. അല്ല, മേക്കപ്പ് ഇടാൻ എന്തെങ്കിലും കയ്യിലുണ്ടാവില്ലേ? അതെന്ത് ചോദ്യല്ലേ, ഇയാളുടെ കയ്യിൽ മേക്കപ്പ് ബോക്സ് കാണാതിരിക്കോ എന്ന് പറഞ്ഞ് നിധി ഒരു നിമിഷം നോക്കിക്കൊണ്ട് ചിലപ്പോ തിരക്കിട്ടി ഓടിപ്പോകുന്ന നേരം അത് മറന്നിട്ടുണ്ടാവുമല്ലേ, ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ എന്നവൾ ചോദിക്കുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ പുറത്തു പോ എന്ന് പറയുന്നുണ്ട്. അമ്പരപ്പോടെ മനസ്സിലായില്ല, പുറത്തുപോയി മേക്കപ്പ് കിറ്റ് എടുത്തു വരാനാണോ ഉദ്ദേശിച്ചേ എന്ന് സുനന്ദ ചോദിക്കുമ്പോ മുറിന്ന് പുറത്തു പോവാൻ എന്ന് നിധി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അയ്യോ, ഞാനെന്ത് ചെയ്തു, എന്തെങ്കിലും തെറ്റായി പറഞ്ഞു എന്ന് തോന്നിയോ എന്നവൾ വീണ്ടും അമ്പരപ്പോടെ ചോദിക്കുമ്പോ പ്ലീസ് ഒന്ന് പുറത്തു പോ എന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റോണ്ട് നിധി പറയുന്നുണ്ട്. അപ്പോ തയ്യാറാവണ്ടേ, സാരി തനിയെ ഉടുക്കോ, ഞാൻ ഹെൽപ്പ് ചെയ്യണ്ടേ എന്ന് സുനന്ദയും ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിനു തയ്യാറാവണം, ആളുകളുടെ മുന്നിൽ ഞാൻ എന്തിനു വന്ന് നിൽക്കണം, പ്ലീസ് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട് പ്ലീസ് എന്ന് നിധി പറയുന്ന കേൾക്കെ സുനന്ദയും അങ്കലപ്പോടെ അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോഴേക്കും സുധീഷ് അവിടെ കോട്ടും സ്യൂട്ടും എല്ലാം ഇട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവനെ കണ്ട് സന്തോഷത്തോടെ നന്നായിട്ടുണ്ട്, നല്ല കറക്റ്റ് ഫിറ്റ് അല്ലേടാ എന്നൊക്കെ സുഭാഷ് ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് സുധീഷും പറയുന്നുണ്ട്. നികേഷും ഹരീഷും കൂടി പോയി വാങ്ങിയതാ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ആകെ ടെൻഷനോടെ സുനന്ദയും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അവളെ കാണേ എന്തായി, റെഡിയായോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇനിയും ആ കുട്ടി റെഡി ആയിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയാണെന്ന് സുനന്ദയും പറയുന്നുണ്ട്. അതെന്താ തയ്യാറായില്ലേ എന്തേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ എന്നെ ചീത്ത പറഞ്ഞു എന്ന് സുനന്ദയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഏയ്, അങ്ങനൊന്നും പറയില്ലെന്ന് സുധീഷ് പറയുമ്പോൾ ഞാൻ എന്തിനു തയ്യാറാവണമെന്ന് ദേഷ്യപ്പെട്ടു, അത് പിന്നെ ചീത്തയല്ലേ, മുറി നിറങ്ങി പോവാനും പറഞ്ഞു എന്ന് സുനന്ദ പറയുമ്പോൾ ഏയ് ഇല്ലേട്ടാ, അങ്ങനെയൊന്നും പറയാൻ ചാൻസ് ഇല്ലെന്ന് സുധീഷും പറയുന്നുണ്ട്. ഞാൻ പിന്നെ നുണ പറയൂ എന്ന് സുനന്ദയും. അപ്പോഴേക്കും സുഭാഷും പറയുന്നുണ്ട്, ഞാൻ ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തോ ഒരു കുഴപ്പമുണ്ട്, നീ കാര്യം പറ എന്ന്. എന്തു കുഴപ്പം എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതാ ഞാനും ചോദിക്കുന്നത്, എന്താ നിങ്ങൾക്കിടയിലുള്ള ശരിയായ പ്രശ്നമെന്ന്. അയ്യോ ഒന്നുമില്ലെന്ന് സുധീഷ് പറയുമ്പോൾ പിന്നെന്താ അവൾ ഇതുവരെ റെഡി ആവാത്തെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. സുധീഷ് പരുങ്ങളോടെ നിൽക്കുമ്പോഴേക്കും ഡാ, നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ എന്തോ ഒളിക്കുന്നുണ്ടെന്ന്, എന്താ ഇവിടെ നടക്കുന്നെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല ചേട്ടാന്ന് സുധീഷ് പറയുമ്പോൾ ഡാ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ നീ വീട്ടിലുള്ളവരോട് പണ്ടേ സത്യങ്ങൾ തുറന്നു പറയില്ല, എന്താ കാര്യമെന്ന് വെച്ചാ പറ എന്ന് സുഭാഷും. അയ്യോ ചേട്ടാ, സത്യമായിട്ടും ഒന്നുമില്ല, അത് ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ അവൾ അച്ഛനെ ഓർത്തിട്ട് എന്ന് സുധീഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സുഭാഷ് അവനെ തടഞ്ഞോണ്ട് ഏയ് അതൊന്നുമല്ല, അതല്ലാതെ എന്തോ ഒന്ന് നിങ്ങൾക്കിടയിലുണ്ട്. എടാ, ഇത്രയും ഏർപ്പാടുകളൊക്കെ ചെയ്തത് കണ്ടിട്ടും ആ കുട്ടി അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ അതിലെന്തോ ഉണ്ട് എന്ന് സുഭാഷ് സംശയത്തോടെ പറയുമ്പോ ഏയ് ഒന്നുമില്ല ചേട്ടാ, ഞാനൊന്ന് പോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സുധീഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് വീണ്ടും അവനെ വിളിച്ചു നിർത്തി. സുധീഷേ, 4 മണി കഴിഞ്ഞപ്പോ തൊട്ട് ആളുകൾ വരാൻ തുടങ്ങിയതാ, ഇപ്പോ സമയം 6 മണി കഴിഞ്ഞു, ഞാൻ അവരോടൊക്കെ എന്താടാ പറയാ എന്ന് ടെൻഷനോടെ ചോദിക്കുമ്പോൾ ചേട്ടാ വരാന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നേ, ചെല്ല് ഞാൻ വരാം എന്ന് പറഞ്ഞ് സുധീഷും റൂമിലേക്കായി പോകുന്നുണ്ട്. ടെൻഷനോടെ കട്ടിലിരിക്കുന്ന നിധി കോട്ടും സ്യൂട്ടും ഇട്ട് റെഡിയായി വന്ന സുധീഷിനെ കണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റുണ്ട് ദേഷ്യത്തോടെ ഇയാൾ വീട്ടിൽ ഇതുവരെ പറഞ്ഞില്ലെന്ന് ചോദിക്കുന്നുണ്ട്. സുധീഷും ഡോറടച്ചോണ്ട് അവളുടെ അരികിലേക്ക് ചെന്ന് അത് എങ്ങനെയാ നിധി, ഞാനതവരോട് പറയാ, എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. ഇയാളുടെ വിഷമം മാത്രമേ ആലോചിക്കുന്നുള്ളൂ, എന്റെ ഭാഗത്തുനിന്ന് ആലോചിക്കുന്നേ ഇല്ല അല്ലേ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ ദേ, ഈ കഴിഞ്ഞ 4 ദിവസമായി ഞാൻ ഇയാളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ലേ ചിന്തിച്ചുള്ളൂ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അതെ, എനിക്കായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, സമ്മതിക്കുന്നു, എന്നാൽ അത് മാത്രം വിളിച്ചു പറഞ്ഞ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്ന് നിധി പറയുമ്പോ അവരൊക്കെ വലിയ സന്തോഷത്തിലാ, നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തിലാ അവരെല്ലാം. അവരോട് എനിക്കതൊരു നുണയാണെന്ന് പറയാൻ പറ്റുന്നില്ല, എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അതിലൂടെ വന്ന സുഭാഷും അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, എന്നാൽ എന്റെ അവസ്ഥ നിങ്ങൾ ഒട്ടും മനസ്സിലാക്കുന്നില്ല, എനിക്കിങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല, പ്ലീസ് വീണ്ടും എന്നോട് അഭിനയിക്കാൻ പറയല്ലേ, എന്റെ വീട്ടുകാരെ ഞാൻ ചതിച്ചു, നിങ്ങളുടെ വീട്ടുകാരെയും കൂടി എനിക്ക് ചതിക്കാൻ കഴിയില്ല എന്നൊക്കെ അവൾ പറയുന്നത് കേൾക്കെ സംശയത്തോടെ സുഭാഷും അത് ശ്രദ്ധിച്ചോണ്ട് നിൽപ്പുണ്ട്. ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്ത പോലുള്ളൊരു തെറ്റാ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്നവൾ ചോദിക്കുമ്പോ ദേ, അവസാനമായിട്ട് ഒരു തവണ മാത്രം എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, നാളെ നമുക്ക് എല്ലാ സത്യവും തുറന്നു പറയാമെന്നേ, അതിനുശേഷം ഇയാൾ എന്താന്ന് വെച്ചാ ചെയ്തോ, അത് ഇയാളുടെ തീരുമാനം, എന്റെ വീട്ടുകാരോട് ഞാൻ തന്നെ സത്യം തുറന്നു പറഞ്ഞോളാം, എല്ലാം പറയാം, എനിക്ക് വേണ്ടി ഇത് മാത്രം ഒന്ന് പ്ലീസ് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും പറ്റില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ദേഷ്യത്തോടെ അവൾ ചോദിക്കുമ്പോഴേക്കും എല്ലാം കേട്ടോണ്ട് നിന്ന സുഭാഷും സുധീഷ് എന്ന് പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്. സുഭാഷ് അകത്തേക്ക് കയറി ആ ഡോർ അടച്ചോണ്ട് അവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും സുഭാഷേട്ടൻ കുറച്ചു നേരം ഒന്ന് പുറത്തു നിൽക്കൂ
ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന് സുധീഷ് പറയുന്നുണ്ട്. സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും ചേട്ടാ പ്ലീസ് ചേട്ടാ കുറച്ചു നേരം ഒന്ന് പുറത്തു നിൽക്ക് എന്ന് സുധീഷ് പറയുമ്പോൾ കഴിഞ്ഞ കുറെ നേരമായിട്ട് നീ പറഞ്ഞത് ഇതു തന്നെയല്ലേ, എന്താ ഇതിലിപ്പോ ഇത്ര സംസാരിക്കാനുള്ളത് എന്ന് അവനോടായി ചോദിച്ചോണ്ട് എന്താ ഇവിടെ പ്രശ്നമെന്ന് നിധിയോടായി ചോദിക്കുന്നുണ്ട്. നോക്ക്, നാട്ടുകാർ മുഴുവൻ പുറത്തു നിൽക്കുക, നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടിയിട്ടാ ഈ റിസപ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ. പക്ഷേ നിധി ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടാ അത് എന്ന് പറഞ്ഞ് സുധീഷ് പരുങ്ങുന്നുണ്ട്. എടാ വന്നപ്പോ തൊട്ട് നീ ഒരുമാതിരി ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്താ നിങ്ങളുടെ പ്രശ്നം അത് പറ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇല്ല ചേട്ടാ, ചേട്ടൻ പുറത്തു നിന്നോ, ഞങ്ങള് സംസാരിക്കാന്ന് പറഞ്ഞില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഏയ് ഇനി എത്ര നേരം സംസാരിക്കും, എടാ ഞാനും ഇത് കണ്ടോണ്ട് തന്നെയാ നിൽക്കുന്നത്, നീ എന്താ കളിയാക്കാണോ, എന്തോ പ്രശ്നമുണ്ട് നീ അത് പറയാത്തതാ എനിക്കറിയാം, പറ എന്താ കാര്യമെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അത് ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഇവളുടെ അച്ഛന് വയ്യാണ്ടിരിക്കുകയാണല്ലോ, അപ്പോ പോയിട്ട് കാണാനും കഴിഞ്ഞില്ല, അപ്പോ അതിന്റെ വിഷമം കൊണ്ട് നിധി എന്ന് സുധീഷ് പറയുന്നത് കേട്ട് അതല്ലെന്ന് നിധി പറയുന്നുണ്ട്. സുധീഷ് അവളെ തടഞ്ഞോണ്ട് നിക്ക് ഞാൻ പറയാം എന്ന് പറഞ്ഞ് സുഭാഷിനോട്ടായി സുഭാഷ് ഏട്ടാ അതെ എന്ന് പറയുമ്പോഴേക്കും സുഭാഷ് അവനെ തടഞ്ഞോണ്ട് നിധിയോടായി ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അല്ല എന്നേക്കാൾ വയസ്സിന് ഒരുപാട് ചെറുപ്പായതുകൊണ്ട് നീ എന്ന് വിളിച്ചു പോയതാണ് കേട്ടോ, കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്നവൾ തലയാട്ടുന്നുണ്ട്. ഇയാളുടെ അച്ഛനെ ആശുപത്രിയിലാക്കിയെന്ന് കേട്ടപ്പോ ഞങ്ങളും ഒരുപാട് വിഷമിച്ചതാ, അദ്ദേഹത്തിന് ഒന്നും പറ്റരുതെന്ന് തന്നെയാ ഞങ്ങളും പ്രാർത്ഥിച്ചത്, കുട്ടിയുടെ അച്ഛന് അപകടമൊന്നുമില്ലാന്ന് ഇവൻ പറയുന്നത് വരെ ഞങ്ങൾ ഇതൊന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു, എന്തിനാ ധൃതി പിടിച്ച് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കുട്ടിക്ക് ചിലപ്പോ ദേഷ്യം തോന്നാം, പക്ഷേ ഞാൻ പറയുന്നത് ദയവ് ചെയ്തൊന്നും മനസ്സിലാക്കണം എന്നവൻ പറയുന്നത് കേൾക്കെ പരിഭ്രമത്തോടെ സുധീഷും എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് അവനെ തടഞ്ഞോണ്ട് നീ ഒന്ന് കുറച്ചു നേരം മിണ്ടാതിരിക്കെ, ഇനി ഞാൻ സംസാരിച്ചോളാം എന്ന് സുഭാഷ് പറയുന്നുണ്ട്. സുഭാഷ് നിധിയോടായി ഞങ്ങൾക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല മോളെ, പെട്ടെന്നൊരു ദിവസം കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്ന അയൽക്കാരും നാട്ടുകാരും ഒക്കെ എന്താ പറയാന്നറിയാലോ, കുട്ടിയുടെ വീട്ടുകാർക്ക് പെട്ടെന്നുള്ള നിങ്ങളുടെ വിവാഹം എങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത് അതുതന്നെയായിരുന്നു ഞങ്ങളുടെയും അവസ്ഥ, ഇവൻ ഡ്രൈവറായി പോയ വീട്ടിലെ പെണ്ണിനെയും കൊണ്ട് ഓടിപ്പോയിന്നാ ഞങ്ങൾ ആദ്യം അറിഞ്ഞത്, ഇവനെ അങ്ങോട്ടയച്ച ആളാ ആദ്യം ഞങ്ങളോടത് പറയുന്നത് തന്നെ, നോക്ക് അപ്പൊ തൊട്ട് തുടങ്ങിയ പേടിയും ടെൻഷനുമാ, എന്തായി ഏതായിന്ന് ഒരു പിടിയുമില്ലാതെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും. അങ്ങനെ ഇരിക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നു, ഇവൻ കുട്ടിയെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞു, എങ്ങനെ ഇരിക്കുന്നു മോള് തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്, അപ്പോഴാ നിങ്ങൾ വന്നത്, നാട്ടുകാരെല്ലാം കാണുകയും ചെയ്തു, മോൾ ഇവന്റെ കൂടെ ഓടി വന്നു എല്ലാവരും പറയാനും തുടങ്ങി, അങ്ങനെ ഓടി വന്നൊരു പെൺകുട്ടി എന്ന പേര് എന്റെ അനിയന്റെ ഭാര്യയ്ക്കുണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എല്ലാവിധ മര്യാദകളോടും കൂടി അവന്റെ പെണ്ണിനെ വരവേൽക്കണമെന്ന് നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോടെ നിർത്തണമെന്നും ഞാൻ വിചാരിച്ചു, അതിനായി ഏർപ്പാടെല്ലാം ചെയ്തത് എന്ന് സുഭാഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ല എന്ന് നിധി സങ്കടത്തോടെ കണ്ണീരോടെ പറയുമ്പോഴേക്കും സുഭാഷ് അമ്പരപ്പോടെ സുധീഷിനെ നോക്കുന്നുണ്ട്. അവൾ സത്യം പറയുന്നത് കേൾക്കെ എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണടച്ച് ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.